മഹാരാഷ്ട്രയിൽ 2 കുട്ടികൾക്ക് കൂടി HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 7ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികൾക്കാണ് വൈറസ് ബാധ. നാഗ്പൂരിലെ ആശുപത്രിയിൽ കുട്ടികൾ ചികിത്സയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 6 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കിരൺ ബാബു ഉണ്ട്. കിരണ്, ഈ രോഗം പേടിക്കേണ്ടതില്ല, വൈറസ് ബാധയാണത് പ്രശ്നമില്ല, സാധാരണ 2021 മുതൽ ഇവിടെ ഉള്ളതാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കൂടുതൽ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തെ എങ്ങനെ കാണുന്നുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം? രഞ്ജിത്ത്, എന്തായാലും വാർത്തയുടെ തുടക്ക സമയത്തൊക്കെ വന്നതുപോലുള്ള ഏതെങ്കിലും ഒരു ആശങ്ക ഉള്ള ഒരു രോഗബാധയല്ല ഇത്. ഈ വൈറസ് ബാധ അങ്ങനെ ഒരു പുതിയ വൈറസുമല്ല. വളരെ നേരത്തെ തന്നെ ഈ വൈറസ് പല രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന വൈറസാണ്. കേരളത്തിലടക്കം ഇത് പലപ്പോഴും സ്ഥിരീകരിച്ചിട്ടുള്ള വൈറസ് കൂടിയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കേരള ആരോഗ്യ വകുപ്പുമെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ന് 2 കുട്ടികൾ കൂടിയാണ് HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പനിയുടെ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു നാഗ്പൂരിൽ ഈ 2 കുട്ടികളും. 2 പേരും ഇപ്പോൾ ചികിത്സയിലാണ്. ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 13 വയസ്സും ഉള്ള കുട്ടികളാണ്. അതുപോലെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 6 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ കർണാടകയിൽ ഒരാൾക്കും തമിഴ്നാട്ടിൽ 2 പേർക്കും ബംഗാളിലും ഗുജറാത്തിലും ഓരോരുത്തർക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ മുൻകരുതലുകളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല എന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വൈറസ് ബാധ പടരുന്നത് ഏതെല്ലാം സ്ഥലത്താണ്, ആ വൈറസ് ബാധയുടെ സാധ്യതകളുള്ള സ്ഥലത്ത് ലക്ഷണങ്ങളുള്ളവർക്ക് അത്തരം പരിശോധനകൾ നടത്താനും അത് സ്ഥിരീകരിക്കാനുള്ള സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾക്കും അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് നേരത്തെ ഉള്ള ഒരു വൈറസ് അല്ലെന്നും അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നാണ് ഈ വൈറസ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ള വാദവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തള്ളിക്കളയുകയാണ്. ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ച കുട്ടികൾ ആരും തന്നെ അന്താരാഷ്ട്ര യാത്രാ പശ്ചാത്തലമുള്ള കുട്ടികളല്ല, അല്ലാത്ത കുട്ടികൾക്കാണ്. അങ്ങനെ വിദേശത്തൊന്നും പോയിട്ടുള്ള കുട്ടികൾക്കല്ല ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിൽ തുടക്കഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ആശങ്കയുടെ കാര്യമില്ല എന്നും വേണ്ട ഇനി അത് കൂടുതൽ പടരാതിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ സംവിധാനത്തിനും വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയിൽ HMP വൈറസ് ജനിതക മാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സൂക്ഷ്മമായ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളില്ല, എന്നാൽ ജാഗ്രത ആവശ്യമുണ്ട്. മാസ്ക് ധരിക്കുന്ന അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും മന്ത്രി അറിയിച്ചു.